എടി മറ്റവളെ ഷെഫീന ബീവി, എടി മറ്റവളെ, നിനക്കെന്നെ മറ്റവളെന്ന് വിളിക്കാമെങ്കിൽ എനിക്ക് നിന്നെ മറ്റവളെന്ന് വിളിക്കാം. പിന്നെ സൗകര്യമില്ലടി KHDC ഫിറോസ് തന്ന വീട്ടിൽ നിന്ന് ഇറങ്ങാൻ. നീ ഒന്ന് ഇറക്കി കാണിക്കടി. നീ പെണ്ണാണെങ്കിൽ എന്നെ ഇറക്കി കാണിക്കടി. നീ കൊറേ നേരമായല്ലോ നീ എനിക്കിട്ടോ ഉണ്ടാക്കാൻ തുടങ്ങിട്ട്. നീ ആരാന്നടി നിന്റെ വിചാരം? എടി സൗകര്യമില്ലടി അവിടുന്ന് ഇറങ്ങിത്തരാൻ. നീ കൊണ്ട് കേസ് കൊടുത്തന്നെ ഇറക്കടി. ഈ പറയുന്ന രേണുസുതിയുടെ വീഡിയോസിനെ ഞാൻ വിമർശിക്കേണ്ടടുത്ത് വിമർശിച്ചിട്ടുള്ളതും സപ്പോർട്ട് ചെയ്യേണ്ടടുത്ത് സപ്പോർട്ട് ചെയ്തു. അതായത് അവർ നല്ലത് ചെയ്ത് ഞാൻ നല്ലതിന് ഞാൻ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ആളാണ്. പക്ഷേ ഇപ്പോൾ ഇവർ കാണിക്കുന്നതൊക്കെ, അതായത് ഈ വീഡിയോസിലൊക്കെ കാണിക്കുന്നതൊക്കെ തെറ്റാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ തോന്നലാണ് ഞാൻ പറയുന്നത്. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇവരെ സംബന്ധിച്ച് ഇവർക്ക് അത്യാവശ്യം ഫെയിം ഉണ്ട്. ഇവർക്ക്, അതായത് ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഭാഗം ആൾക്കാരുണ്ട്. പിന്നെ ഇവർ ഒന്നുമില്ലാത്തടത്തുനിന്ന് ഇവർ ഇത്രയും വരെ എത്തിയതിൽ നമുക്കത് അഭിമാനം തന്നെയാണത്. ഇവരിപ്പോൾ ഈ പറയുന്നത് ഷെഫീന ബീവിനെ കുറിച്ചാണ് ഇവർ വന്ന് പറയുന്നത്. പക്ഷേ ഇവർക്കിപ്പോൾ ഒരു നമ്മുടെ സൊസൈറ്റിയിൽ ഇവരൊരു സെലിബ്രിറ്റിയുടെ ഒരു ഇതാണ് നമ്മളിപ്പോൾ കൊടുക്കുന്നത്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർക്ക് ഒരു ഇനാഗ്രേഷൻ, ഇവർ ബഹ്റൈൻ, ദുബായ് അങ്ങനെയുള്ള ഓരോരോ അതർ കൺട്രീസിലൊക്കെ പോകുന്നുണ്ട്. അവിടെ അവർക്ക് ഇനാഗ്രേഷനും കാര്യങ്ങളും, പിന്നെ മറ്റ് നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിലും ഒരുപാട് ഇനാഗ്രേഷനും കാര്യങ്ങളൊക്കെ ചെയ്ത് ഇവരൊരു ഫെയിമിലായിട്ട് വന്ന് നിൽക്കുവാണ്. അപ്പോൾ ഇവർ ഇങ്ങനെയൊക്കെയുള്ള പെരുമാറ്റത്തിലൂടെ ഇവരുടെ എല്ലാ ഫെയിമും ഇവരുടെ ഉള്ള വിലയും അതെല്ലാം മാറിപ്പോവുമല്ലോ. കാരണം നമ്മളൊരു ആളെ വിളിക്കുമ്പോൾ അവർക്കൊരു ക്വാളിറ്റി ഉണ്ടാവണം എപ്പോഴും. നമ്മളൊരു ഇനാഗ്രേഷനാണ് കാര്യങ്ങളൊക്കെ വിളിക്കുമ്പോൾ അവർക്കൊരു ക്വാളിറ്റി ഉള്ളതുകൊണ്ടായിരിക്കും നമ്മൾ അവരെ വിളിക്കുന്നത്. പക്ഷെ ഇവർ ഇങ്ങനെയുള്ളത് പബ്ലിക്കായിട്ട് ഇവർ ഈ കിടന്ന് പറയുമ്പോഴത്തേക്കും അവരുടെ വില അങ്ങോട്ട് പോവുകയാണ്. ഞാനത് ഷെഫീന ബീവിനെ സപ്പോർട്ട് ചെയ്യണല്ല, രേണുസുദിനെ സപ്പോർട്ട് ചെയ്യല്ല. ശരിയാണ്, ഷെഫീന ബീവി എന്തെങ്കിലും പറയുമ്പോഴത്തേന് ഇവർ പ്രൊവോക്ട് ആകുമ്പോൾ ഇവർ സംസാരിക്കും, ഇല്ലെന്നല്ല നമ്മൾ പറയണത്. പക്ഷെ ഇവരൊരു പബ്ലിക്കിൽ ഇത്രയും ഒരു ഫെയിമുള്ളൊരു വ്യക്തി ഇങ്ങനെ കാണിക്കുമ്പോൾ അത് ഇവരുടെ സ്റ്റാറ്റസിനായിരിക്കും അത് ബാധിക്കുന്നത്. അതും കൂടി നമ്മുടെ രേണുസുതി ശ്രദ്ധിച്ചാൽ കൊള്ളാം. അതുപോലെ തന്നെ ഇവർക്ക് വീട് വെക്കാനായിട്ട് പ്ലോട്ട് കൊടുത്തൊരു ബിഷപ്പ് ഉണ്ടല്ലോ, അദ്ദേഹത്തിനൊക്കെ ആ അച്ഛനൊക്കെ കുറിച്ചിട്ട് ഇവർ കുറച്ച് മോശമായിട്ട് വന്ന് പബ്ലിക്കിൻ്റെ ഇടയിൽ വന്ന് പറയുന്നുണ്ട്. അതായത് സോഷ്യൽ മീഡിയ വഴി തന്നെ ഇവർ പ്രചരിപ്പിക്കുന്നുണ്ട്. അതൊക്കെ ഭയങ്കര മോശമാണ്. അദ്ദേഹത്തിന് മോശമാകുന്നതിൽ കൂടുതൽ അദ്ദേഹത്തിന് മാനസികപരമായിട്ട് ഭയങ്കരമായിട്ട് വിഷമം ഉണ്ടാക്കുന്ന രീതിയിലാണ് ഇവരിപ്പോൾ പറയുന്നതൊക്കെ. ബിഷപ്പ് നോബൽ ഫിലിപ്പിനെ കുറിച്ച് ഇവർ പറഞ്ഞിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ അവിടെ നിന്ന് കേൾപ്പിക്കാം. അച്ഛൻ അതിനെ സപ്പോർട്ട് നല്ലത് വരട്ടെ, മുന്നോട്ട് നീങ്ങിക്കൊള്ളാനാണ് അവളടുത്ത് പറയുന്നത്. ഞാൻ ഇന്ന് നാളെ വീട്ടിൽ ചെന്ന് പാപ്പോട്ടെ. കാണുന്നതല്ലേ നമ്മുടെ മുറ്റത്ത് നിന്ന് അച്ഛന്റെ വീടായിട്ട് വ്ലോഗ് ചെയ്ത ശ്രീ. എനിക്ക് പിന്നെ അയ്യോ, ബിഷപ്പ് കൊണ്ട് പരാതി വരെ കൊടുത്തു. പിന്നെ ഇപ്പൊ ഏറ്റവും വലിയ വിറ്റെന്താന്നറിയാവോ? രേണുവിനെതിരായും എനിക്കെതിരായും ആര് വീഡിയോ ഇടുന്നു ആ വീഡിയോയുടെ ആദ്യത്തെ കമന്റ് ആരുടെയെന്നറിയാവോ? ജീസസ്. ഞാൻ അന്നേരം കയറി ചോദിച്ചു, അച്ഛന് വേറെ ജോലി ഇല്ലേ അച്ഛോ? ഈ രേണുവിന്റെ മോശം പറയാ, എന്നെ മോശം പറയാൻ ചെയ്യുന്നവരുടെ താഴെ ന്യായത്തിന്റെ കൂടെ നിന്നല്ല ഈ ചേച്ചിയുടെ മോനെ പറഞ്ഞിട്ട് ആ റൗണ്ട് ചെയ്തിട്ടതിനും അച്ഛൻ അതിനെ സപ്പോർട്ട് ചെയ്യുന്നു. നല്ലത് വരട്ടെ, മുന്നോട്ട് നീങ്ങിക്കൊള്ളാനാണ് അവളടുത്ത് പറയുന്നത്. ഞാൻ ഇന്ന് നാളെ വീട്ടിൽ ചെന്ന്. ഈ രേണുസുതി ഈ പുരോഹിതനോടൊക്കെ ചെയ്യുന്നത് ഭയങ്കര ക്രൂരതയായിട്ട് എനിക്ക് തോന്നിയാണ്. കാരണം ഇങ്ങനെയൊന്നും ഒരിക്കലും പറയാൻ പറ്റില്ല. ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ഇദ്ദേഹത്തിനെ കുറിച്ചൊക്കെ എങ്ങനെ നിങ്ങൾക്ക് മോശമായിട്ട് പറയാൻ തോന്നുന്നു? ഒന്നുമില്ലെങ്കിലും നിങ്ങൾ ഒന്നും ഇല്ലാതിരുന്ന സമയത്ത്, നിങ്ങൾ ആരും ഇല്ലാതിരുന്ന സമയത്ത്, ആ സമയത്ത് നിങ്ങൾക്ക് ഒരു വഴി തന്നൊരു മനുഷ്യനാണ് ഇദ്ദേഹം. ആ മനുഷ്യന്റെ ഒരു വലിയൊരു മനസ്സുകൊണ്ടാണ് നിങ്ങൾക്ക് ആ ഒരു പ്ലോട്ടും ഒരു വീടും എല്ലാം ലഭിച്ചിരിക്കുന്നത്. നമ്മളത് എപ്പോഴും ഓർത്തു വെക്കണം. നിങ്ങൾ എത്ര കൊമ്പത്ത് കയറിയാലും നിങ്ങൾ അതെപ്പോഴും ഓർക്കണം. നന്ദി കാണിക്കണമെന്ന് പറയുന്നില്ല, പക്ഷെ അദ്ദേഹത്തിനെയൊക്കെ നിന്ദിക്കാതിരുന്നൂടെ നിങ്ങൾക്കൊക്കെ? ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് പബ്ലിക്കായിട്ട് വന്നിട്ട് ഒരു പുരോഹിതനെ ഇവർ അപമാനിക്കുകയാണെന്ന് തന്നെ നമുക്ക് പറയാം. എനിക്കങ്ങനെ തോന്നിയേക്കണത്. ഈ രേണുസുതി എന്ന് പറയുന്ന വ്യക്തി ഒരു കാര്യം ഓർക്കേണ്ടതുണ്ട്. ഈ രേണുസുതിക്ക് ഈ ഫെയിമും കാര്യങ്ങളും ഒന്നും ഇല്ലാത്തൊരു സമയത്ത് അദ്ദേഹത്തിന്റെ ഒരു അവകാശപ്പെട്ട ഒരു പ്ലോട്ടാണ് ഈ സ്ത്രീക്ക്, ഇവർക്കും ഇവരുടെ ഫാമിലിക്കും കൊണ്ടേ കൊടുത്ത് അവർക്കൊരു വീടും അതിനകത്ത് വെച്ചു കൊടുക്കുന്നുണ്ട്, എല്ലാവരും കൂടി സഹായത്തോടെ. അപ്പോൾ ഇവരെപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യമാണ്, ആരും ഇല്ലായിരുന്ന സമയത്ത് ഇവരെ സഹായിച്ച വ്യക്തിയാണ് ഇദ്ദേഹമാണ്. ആദ്യമായിട്ട് സഹായിച്ച വ്യക്തി. അതിന്റെ ഒന്നും നന്ദി കാണിക്കണമെന്നില്ല, പക്ഷെ ഉപദ്രവിക്കാതിരുന്നൂടെ? ഇത്രയും ഒരു സ്ഥാനമുള്ള ഒരു പുരോഹിതനൊക്കെ ഈ പബ്ലിക്കിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് ഉപദ്രവിക്കാതിരുന്നു. അതുപോലെ തന്നെ ആ കൂടെ നിൽക്കുന്ന അവളുമാരൊക്കെ എന്തീ പറഞ്ഞു കൂട്ടണത്? നിനക്കൊക്കെ നാണം ഉണ്ടോടി? നീയൊക്കെ വന്ന് ചെയ്തു കൊടുക്ക്. അദ്ദേഹം ചെയ്ത സഹായങ്ങളൊക്കെ നീയൊക്കെ വന്ന് ചെയ്തു കൊടുക്ക്. അദ്ദേഹത്തിനെ ഇട്ടിട്ട് ഈ നാണം കെടുത്താനായിട്ട് എത്ര ഹീനമായിട്ടാണ് അദ്ദേഹത്തിന് ഇവരൊക്കെ കൂടി കളിയാക്കണത്. ഇതൊക്കെ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അപ്പൊ ഇതൊക്കെ കേൾക്കുന്ന അദ്ദേഹത്തിന്റെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിക്കേ.
ഇനിയിപ്പോൾ രേണുസുതിനെ സപ്പോർട്ട് ചെയ്യുന്നവർ വന്ന് പറയും രേണുസുതിക്ക് എതിരെ കമന്റ് ഇടാൻ നിന്നിട്ടല്ലേ അച്ഛൻ ഇതുപോലെയൊക്കെ കേൾക്കേണ്ടി വരുന്നെന്ന് പറയും. ചിലപ്പോൾ ഇദ്ദേഹത്തിന് രേണുസുതിയുടെ ഭാഗത്തുനിന്നും അവരുടെ ആരെങ്കിലും ഭാഗത്തു നിന്നൊക്കെ ഇതുപോലെ എന്തെങ്കിലും വേദനകളും കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ടാകാം. അതുകൊണ്ടായിരിക്കും അദ്ദേഹം വന്ന് കമന്റ് ഇടുന്നത്. പിന്നെ ഒരു കമന്റ് ഇടുക എന്നൊക്കെ പറയുന്നത് ഓരോരുത്തരുടെ പേഴ്സണായിട്ടുള്ള ചോയ്സാണ്, അവരുടെ പേഴ്സണായിട്ടുള്ള ഇഷ്ടമാണ്. പിന്നെ ഈ കമന്റ് ഇട്ടു എന്ന് പറയുന്നുണ്ട്, അതിനകത്തൊരു വൾഗാരിറ്റിയോ ഒരു ചീത്തയോ അതൊന്നും ഇദ്ദേഹം പറയുന്നില്ല. അച്ഛനെ പോലുള്ളവരോട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ആൾക്കാർക്ക് ഇനി സഹായം ചെയ്യാതിരിക്കാം, അത്രേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം വെച്ചാൽ സഹായം ചെയ്ത് ഇതുപോലെയൊക്കെ നമ്മൾ കേൾക്കേണ്ടി വരും. ഇപ്പം ആളെ കൂട്ടിക്കൊണ്ടുവന്നവരെ ചീത്ത പറയിപ്പിക്കാം, ചീത്തയല്ല കളിയാക്കുകയോ ചെയ്യണത്. ഇതൊരു പുരോഹിതൻ ഇത്തരം പബ്ലിക് പ്ലാറ്റ്ഫോമിന് മുമ്പിൽ വന്നിട്ട് കളിയാക്കുകയോ ചെയ്യണത്. ഇതൊക്കെ എൻ്റെ കാഴ്ചപ്പാടിൽ എനിക്ക് തോന്നുന്നത് ഇവർക്ക് ഇപ്പോൾ ഇവരൊരു ഫാൻറ്റസി ലൈഫിലാണ് ഇപ്പോൾ ഇവർ ജീവിക്കുന്നതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവരാണ് ഇപ്പോൾ ഏറ്റവും വലുത് എന്നൊരു ഭാവം ഇവർക്ക് ഉണ്ടായിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇതിൽ കൂടി ഇവർക്കൊരു, അതായത് എല്ലാവരും ഒരു പുച്ഛം, ആൾക്കാരെ കൊണ്ടുവന്ന് അദ്ദേഹത്തിനെ കളിയാക്കുക ചെയ്യണത്. അതുപോലെ തന്നെ നമ്മുടെ മുറ്റത്ത് നിന്ന് അച്ഛന്റെ വീട് അപ്പുറത്താണ്, ഞങ്ങൾ ഇങ്ങനെ കാണും, അവിടെ നിന്ന് കാണും, ഞാനിവിടെ നിന്ന് കാണും, അല്ലേ അച്ഛാ? എന്നിട്ട് പറയുന്നത് ധൈര്യമായിട്ട് മുന്നോട്ട് പോയിക്കോ, ഞങ്ങളൊക്കെ പുറകിലുണ്ടെന്ന്. ലക്ഷം പിന്നാലെയെന്ന് അച്ഛൻ പറയും. അവിടെ തിരിഞ്ഞു നോക്കുമ്പോ ആരും കാണത്തില്ല. അതുകൊണ്ട് അച്ഛൻ മര്യാദയ്ക്ക് പ്രാർത്ഥിച്ചിരിക്കും. ഞാനതാ പറഞ്ഞത്. ഇപ്പൊ ഒരു വീട് കൊടുത്തത് കാണിച്ചു, അതിനകത്ത് ഞാൻ നല്ല രീതിയിൽ കമന്റ് ഇട്ടു. അയ്യോ, ആർക്കോ കൊടുത്തു. അപ്പൊ ഞാൻ പറഞ്ഞ് അച്ഛന്റെ പുണ്യ പ്രവൃത്തിയാണ് അത്, ആ ദൈവത്തിന്റെ ഒരുപാട് അനുഗ്രഹം കിട്ടും. പക്ഷെ കൊടുത്തു. ഇനി ഇത് ഞാൻ കൊടുത്തയാണേ എന്ന് പറഞ്ഞ് സോഷ്യൽ മീഡിയയുടെ മുന്നിൽ വരല്ലേ അച്ഛനെ. അതുപോലെ തന്നെ ഇവര് പറയുന്നുണ്ട് ഈ പുരോഹിതൻ എല്ലാവരോടും പോയി പറഞ്ഞു നടക്കണതാണ് ഞാൻ കൊടുത്ത മുതലാന്ന് പറഞ്ഞിട്ട് പുരോഹിതൻ എല്ലാവരോടും പോയി പറഞ്ഞു നടക്കുന്നുണ്ടെന്ന് പറഞ്ഞുണ്ട്. എന്റെ കാഴ്ചപ്പാടിൽ ഇദ്ദേഹം അങ്ങനെ പറഞ്ഞു നടക്കുന്നില്ല. ഇവര് ഈ രേണുസുതിയുടെ പഴയ വീഡിയോസൊക്കെ നമ്മൾ എടുത്ത് ഓരോരുത്തരുടെ ചാനലിലൊക്കെ കിടപ്പുണ്ടല്ലോ, ആ വീഡിയോസൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ രേണുസുതിക്ക് തന്നെ മനസ്സിലാവും ഇദ്ദേഹം അല്ല പറഞ്ഞേക്കണത്, ഈ രേണുസുതി തന്നെയാണ് പറഞ്ഞേക്കണത് ഇദ്ദേഹം കൊടുത്ത മുതലാണെന്ന് പറഞ്ഞിട്ട് എല്ലാവരോടും വന്ന് പറഞ്ഞു കൊടുക്കണം. എന്തായാലും ഇപ്പൊ രേണുസുതി കാണിക്കുന്നതൊക്കെ തെറ്റാണെന്ന് തന്നെ പറയാൻ പറ്റുള്ളൂ. നമുക്ക് രേണുസുതി ഈ പോക്കാണ് പോകുന്നതെങ്കിൽ രേണുസുതിയുടെ ട്രാക്കൊക്കെ പതിയെ അങ്ങ് ഡൗൺ ആവും. ഇതായിരിക്കും സംഭവിക്കാൻ പോണത്. നിങ്ങൾ ഒരു സ്ത്രീക്ക് ഒരു മാതൃകയായിട്ടൊക്കെ വന്നതായിരുന്നു, പക്ഷെ ഇപ്പൊ നിങ്ങൾ ഈ കാണിച്ചു കൂട്ടുന്നതൊക്കെ പക്കാ ചെറ്റത്തരം എന്ന് പറയാൻ പറ്റത്തുള്ളൂ, അതേ പറയാൻ പറ്റുള്ളൂ. നിങ്ങളും നിങ്ങളുടെ ഈ കൂട്ടാളികളെ കൊണ്ട് കാണിക്കുന്നതാണ് ഏറ്റവും വലിയ ചെറ്റത്തരം.